സൂര്യ മ്യൂസിക് പ്രേക്ഷകർക്കും നമസ്തേ കേരളത്തിന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എപ്പിസോഡിലേക്ക് സ്വാഗതം. വിത്ത് മീ ശ്രിയ സുരേന്ദ്രൻ ആൻഡ് ഓൺലി ശ്രിയ സുരേന്ദ്രൻ ടുഡേ. ആൻഡ് ഫ്രൈഡേ എപ്പിസോഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും ആ ഫ്രൈഡേ വൈബ് പിടിച്ചിട്ട് ഇന്ന് ആരും ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ ഇന്ന് തന്നെ വീണ്ടും 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 ഒറ്റക്കാക്കിയിരിക്കുകയാണ്, സുഹൃത്തുക്കളെ ഒറ്റക്കാക്കിയിരിക്കുകയാണ്. പക്ഷെ ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമ്മൾ അടിച്ചു പൊളിക്കും അല്ലെ. അപ്പൊ ഫ്രൈഡേ മോർണിംഗ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു മോർണിംഗ് ബ്ലൂസിലാണോ അതോ ഭയങ്കര എനർജറ്റിക് ആയിട്ട്? ഇന്ന് ഫ്രൈഡേ ആണ്, നമ്മൾ ഇനി 2 ദിവസം അടിച്ചു പൊളിക്കണം. വീക്കെൻഡ് ആണ്, ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനൊപ്പം പ്ലാൻ ഇടണം എന്നുള്ള ഒരു മൈൻഡിലൊക്കെ ആണോന്ന് അറിയില്ല. എനിവേസ് അല്ലെങ്കിൽ പ്ലാൻ ഇടൂ. വെക്കേഷൻ ടൈമാണ്, ഈ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് സമയം കിട്ടുക പിള്ളേരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഫേവറേറ്റ് പീപ്പിളിന്റെ ഒപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി വീക്കെൻഡ് കൂടി വരാൻ പോവാണ്. സോ കീപ് പ്ലാനിങ് സംതിങ് നൈസ് ഫോർ യു ഗൈസ്, whether it's a beach walk അല്ലെങ്കിൽ ഒരു മൂവി അല്ലെങ്കിൽ സംതിങ് ഗോയിങ് ടു എ പാർക്ക് ഓർ സിറ്റിംഗ് ഇൻ എ കഫേ ടോക്കിംഗ് ടു യുവർ ഫ്രണ്ട്സ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ചെയ്യാതിരിക്കരുത്. യൂസ് യുവർ വീക്കെൻഡ് അമേസിംഗ്ലി. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് വിഷസ് വന്നിട്ടുണ്ട്, നോക്കാം. സച്ച് എ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് വിഷസ് അല്ലേ, ആദ്യത്തെ ഒരു സെറ്റ്. അപ്പൊ എന്തായാലും ഇതുപോലെ എനിക്ക് കുറേ വിഷസ് നമുക്ക് വായിക്കണം. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സോങ് കേൾക്കേണ്ട സമയമാണ്. സൂപ്പർ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം. യെസ്, ബ്യൂട്ടിഫുൾ പാട്ടല്ലേ. അപ്പൊ ഇങ്ങനെ വിജയനെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്റർ ആയിട്ടാണ് വിജയനെ കാണുന്നത്. ഭയങ്കര ഒരു ഡിഫറൻസ് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ ആക്ച്വലി ഇനിയിപ്പോ നമ്മൾ വിജയ് എന്ന് വിളിക്കും, വിജയ് സാർ എന്ന് വിളിക്കണം. നമ്മൾ പണ്ട് മലയാളികൾ വിജയ് ഒക്കെ വിളിക്കും. പക്ഷെ ഇപ്പൊ വിജയ് സാറായി മാറിയിരിക്കുകയാണ്. നമുക്ക് ഇനി എന്തായാലും കൂടുതൽ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും നല്ല പ്രതീക്ഷയോടെ. നമ്മുടെ അടുത്ത കോളറിലേക്ക് പോകണ്ട, നമ്മുടെ ഫസ്റ്റ് കോളറിലേക്ക് പോകണ്ട സമയമായിരിക്കാണ്. ആരാണ് ആ ഒരു ഫസ്റ്റ് കോളർ നോക്കാം. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്? കീർത്തന കുട്ടി, എവിടെന്നാ വിളിക്കുന്നത്? പാലക്കാട്. പാലക്കാട്. എന്തൊക്കെയുണ്ട് വിശേഷം? പാലക്കാട് അത്യാവശ്യം ചൂടും തണുപ്പൊക്കെ ചൂടും തണുപ്പും അതെന്തൊരു കോമ്പിനേഷൻ അത്? ചൂടും തണുപ്പും ഇടയ്ക്കിടയ്ക്ക് ചൂട് ഇടയ്ക്ക് മഴ പെയ്യും, അങ്ങനെയാണോ? അതാണല്ലേ. എന്നിട്ട് മഴ പെയ്യുമ്പോ ഭയങ്കര സമാധാനം കിട്ടില്ല. മരുഭൂമിയിൽ മഴ പെയ്ത പോലെയാണോ അവിടുത്തെ അവസ്ഥ? പറയൂ. അതേപോലെ തന്നെയാണ്. അപ്പൊ എന്താണ്? അയ്യോ, മോന്റെ പേരെന്താ പറഞ്ഞേടാ? സോറി, ഞാൻ മറന്നുപോയി. കീർത്തന. എന്റെ മൈൻഡിൽ അർച്ചനാന്നെന്തോ ആയിപ്പോയി, സോറി കേട്ടോ. അപ്പൊ കീർത്തന കുട്ടി എന്തിയാ, പഠിക്കല്ലേ? എത്രയാ പഠിക്കണേ? ഇനി 9th അടിപൊളി. അപ്പം എന്തായാലും ഈ ഒരു 9th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ വലിയ പ്രഷർ ഉണ്ടാവില്ലേ? 10th എത്തുമ്പോഴേക്കായിരിക്കും നാട്ടുകാരും വീട്ടുകാരും ചിലപ്പോൾ ഇതുവരെയും വിളിക്കാത്ത റിലേറ്റീവ്സ് എല്ലാരും വിളിച്ച് പ്രഷർ ഇടാൻ തുടങ്ങും. അതൊന്നും കേട്ടും പഠിക്കണ്ട കേട്ടോ. 9th ഒക്കെ അടിച്ചു പൊളിച്ച് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകും കേട്ടോ. ശരി കീർത്തന. അപ്പൊ പറയൂ, ആർക്ക് വേണ്ടി ഡെഡിക്കേഷൻ? ആർക്ക് വേണ്ടിയിട്ടാണ്? കസിൻസ് വീട്ടിലുണ്ടോ വെക്കേഷൻ ആയിട്ട്? ഹലോ കസിൻസ് വീട്ടിലുണ്ടോ വെക്കേഷൻ ആയിട്ട്? വീട്ടിലുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഷോ കാണുന്ന എല്ലാ കസിൻസിനും വേണ്ടി നല്ലൊരു പാട്ട് വെച്ചേരട്ടെ. കാട്ടുചെമ്പകം വേണോ അല്ലെ? നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാട്ടോ കാട്ടുചെമ്പകം വെച്ചേരാൻ വേണ്ടിട്ട്. ബട്ട് എനിവേസ് എല്ലാ കസിൻസും കൂടി അടിച്ചു പൊളിക്കും. വെക്കേഷനൊക്കെ തകർത്ത് വരൂ. ഇങ്ങനത്തെ സമയം തിരിച്ചിട്ടില്ല. അപ്പൊ അടിച്ചു പൊളിച്ചോണ്ട് എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് വരുന്നത് നമ്മൾ വെച്ചിരിക്കാട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് എന്താ പറയാ കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് ആ കോളർ? നമുക്ക് ആദ്യം നോക്കാം. ഹലോ ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്? ഋതു. എവിടെന്നാ വിളിക്കുന്നേ? തൃശ്ശൂരിൽ. എന്തൊക്കെയുണ്ട് ഋതു വിശേഷം? അവിടുത്തെ വിശേഷങ്ങൾ പറയൂ. എന്താ അടിപൊളിയായിട്ടൊക്കെ പോണ. എന്തിയാ പഠിക്കല്ലോ ഋതു? വെയിറ്റ്, അവിടെ 10th റിസൾട്ട് വന്നില്ല ഇതുവരെ? ഇന്ന് വരുമോ? 15-ാം തീയതി ആണല്ലോ അല്ലെ പറഞ്ഞ പോലെ? ഇന്ന് വരും. അടിപൊളി. എന്നിട്ട് ഇപ്പൊ രാവിലെ തൊട്ട് ഇരിക്കുകയാണോ മറ്റേ കമ്പ്യൂട്ടറിന് മുമ്പിലോ അല്ലെങ്കിൽ ലാപ്പിന്റെ മുമ്പിലും? എത്ര മണിക്ക് വരും? ഈവനിങ് ആണോ? 3 മണിയാണോ സമയം? അപ്പൊ അതിനൊന്നും ഒരു മാറ്റമില്ലല്ലേ? അന്നോട്ട് ഇന്ന് വരെ പിള്ളേർക്ക് ഈ 3 മണി പേടി സ്വപ്നമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ധൈര്യമായിട്ടൊക്കെ ഇരിക്കോട്ടെ, എല്ലാം ഓക്കെ ആവും. ഒരു പ്രാവശ്യം അടിച്ച് പൊളിച്ച് നല്ല മാർക്ക് വരും കേട്ടോ. ഋതു നല്ല പ്രതീക്ഷയിലാണോ? എഴുതി പാസ്സായോ മതി, ഈശ്വരാന്നിരിക്കണോ? എന്തായാലും പാസ്സാവും. ഡോണ്ട് വരി കേട്ടോ. അപ്പൊ പറഞ്ഞോളൂ, ആർക്ക് വേണ്ടി ഡെഡിക്കേഷൻ? ആർക്ക് വേണ്ടിയിട്ടാണ്?
സ്വന്തമായിട്ടാണോ അമ്മയ്ക്കോ? അല്ലല്ലോ ഉണ്ണിക്ക്. സ്വന്തമായിട്ട് ഡെഡിക്കേഷൻ ആണ്, അടിപൊളി. അപ്പൊ എന്തായാലും സെൽഫ് ലവ് പ്രൊമോട്ട് ചെയ്തതിന് നന്ദി. ഉണ്ണിക്കാ? എനിക്കെന്ന് ഞാൻ കേൾക്കണം, ഉണ്ണിക്കാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഉണ്ണിക്ക് വേണ്ടിട്ട് നമ്മൾ നല്ലൊരു പാട്ടൊക്കെ വെച്ചുതരാം കേട്ടോ. താങ്ക് യു ഋതു, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇപ്പൊ പാട്ട് വെൽക്കം ബാക്ക്. സോ യെസ്, അങ്ങനെ നമ്മുടെ നമസ്തേ കേരളത്തിന്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക്, ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് വിഷസിലേക്ക് പോകേണ്ട സമയമായിരിക്കാണ്. നമ്മുടെ അടുത്ത വിഷസ് ഒക്കെ ആരുടെയൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കണ്ടേ? അപ്പൊ നോക്കാം. യെസ്, അങ്ങനെ നമ്മുടെ ആ ഒരു സെറ്റ് ഓഫ് വിഷസും വായിച്ചു. ഇപ്പൊ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടുത്തൊരു പാട്ട് കേൾക്കേണ്ട സമയമാണ്. കേട്ടോ എന്നെ തിരിച്ച്. യെസ്, അങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ പാട്ടിന് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മൾ അടുത്തൊരു കോളറിലേക്ക്. ആരുടെ കോളർ നോക്കാം. ഹലോ. ഹലോ. യെസ്, ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്? കീർത്തന കൃഷ്ണൻ. കീർത്തന കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഇന്ന് വിളിക്കുന്ന രണ്ടാമത്തെ കീർത്തനയാണോ ഇത്? അതെ. പറയൂ കീർത്തന, എവിടെന്നാ വിളിക്കുന്നേ? കൊല്ലം. കൊല്ലത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? കൊല്ലത്ത് ഇന്നിപ്പോ നല്ല മഴയുണ്ടായിരുന്നു രാവിലെ. അതെ, അപ്പൊ ഇന്നത്തെ സമാധാനത്തോടെ എഴുന്നേറ്റു. ഈ മഴ പെയ്യുമ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ നേരം കിടന്നുറങ്ങാൻ തോന്നില്ലേ പിള്ളേരെ? കാരണം വെക്കേഷൻ ഒക്കെ ആയിട്ട്. ഇന്ന് വെച്ച് ഉറക്കം വരുന്നില്ല. സ്കൂളിൽ പോയി രാവിലെ എഴുന്നേറ്റ് ആ ഒരു ടൈം ശീലായി പോയോ? അതല്ല, ഇന്ന് റിസൾട്ട് വരും. ഇവിടെയും റിസൾട്ട് ആണ്. ഇപ്പൊ ഇന്ന് 10-ാം തീയതി ആണല്ലേ? ഇന്ന് 10-ാം തീയതി, 10-ാം ക്ലാസ്സിന്റെ റിസൾട്ട് ആണ്. 10-ാം തീയതി ആണെന്നൊക്കെ. 15-ാം തീയതി പിള്ളേർക്ക് 10-ാം ക്ലാസ്സിൽ റിസൾട്ട് 3 മണിക്ക് വരും. ഇപ്പോഴാണ് ഒരു കീർത്തനം എടുത്ത് പറഞ്ഞിട്ട് പോയത്. അപ്പൊ എന്തായാലും യെസ്, അങ്ങനെ എന്തൊക്കെയുണ്ട്? എന്നിട്ട് ഇപ്പൊ എന്തൊക്കെയാണ് മാനസികാവസ്ഥ, പറയൂ. പേടിയാവുന്ന 3 മണി പെട്ടെന്നാവോ എന്നുള്ള ടെൻഷൻ. ഒരു പേടിയും വേണ്ട. 10-ാം ക്ലാസ്സിലെ പിള്ളേരെയൊക്കെ പാസ്സാക്കി വിടും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എത്ര പേരും തോപ്പിച്ചൊന്നും കളയില്ല. ഞാനൊക്കെ അങ്ങനെ പേടിച്ച് കുറച്ചൊക്കെ ഇരുന്ന, ഞാനൊക്കെ അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക്, അക്കൗണ്ടൻസി +2 ആയിരുന്നു, സോറി, 10-ാം ക്ലാസ് പരീക്ഷയ്ക്കൊക്കെ എനിക്ക് ചൂടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അന്ന് ചൂട് പറഞ്ഞാൽ എനിക്കൊരു ചൂട് കയറാത്തൊരു സ്വഭാവക്കാരിയായിട്ടാണോ എന്താണെന്ന് അറിയില്ല. വലിയ ചൂടൊന്നും ഉണ്ടായില്ല. പിന്നെ നാട്ടുകാരും വീട്ടുകാരും അപ്പുറത്തുള്ള കൊച്ചൊക്കെ 10-ാം ക്ലാസ് എഴുതി, അവരൊക്കെ ടെൻഷൻ അടിക്കണപ്പോൾ നമ്മളും ടെൻഷൻ അടിച്ചില്ല, നാട്ടുകാരെന്ത് വിചാരിക്കുന്നു ഓർത്തിട്ടാണ് ഞാൻ ടെൻഷൻ അടിച്ചത്. അതുകൊണ്ട് അത്ര ടെൻഷൻ അടിക്കണ്ട. +2 ആണെങ്കിൽ പിന്നെയും ടെൻഷൻ അടിക്കാം. 10-ാം ക്ലാസ്സിലൊക്കെ പാസ്സാക്കി ഇടും. നല്ല മാർക്കൊക്കെ അത്യാവശ്യം തരും, പേടിക്കണ്ട കേട്ടോ. അതെ. അപ്പൊ എന്തായാലും എന്തോ അമ്മ മനസ്സ് സീരിയല് കാണുന്നതിനകത്ത് മേഘയുടെ ക്യാരക്ടർ നല്ലതാണെന്ന് പറഞ്ഞു. മേഘയുടെ ക്യാരക്ടർ നല്ലതാന്ന് പറയുന്നതൊക്കെ വല്ലപ്പോഴും ആ ക്യാരക്ടർ പൊതുവെ ആർക്കും ഇഷ്ടപ്പെടില്ല. ദുഷ്ടത്തിയായിട്ടുള്ള ക്യാരക്ടർ അല്ലേ അത്, എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ലല്ലോ. അതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ജീവിതത്തിൽ ദുഷ്ടയാവാനുള്ള ഒരു കഴിവ് എനിക്ക് ദൈവം തന്നില്ല. അപ്പൊ എന്റെ എല്ലാ അങ്ങനത്തെ ആഗ്രഹങ്ങളും ഞാനിങ്ങനെ ഇതിലൂടെ തീർക്കും. കൊള്ളാല്ലേ? നമുക്കിത് സ്ഥിരമാക്കിയാലോ? സ്ഥിരമാക്കണ്ട. അപ്പൊ അതിനകത്ത് കോസ്റ്റ്യൂമും ഒക്കെ നല്ല അടിപൊളിയാ. താങ്ക് യു സോ മച്ച്. സാരിയിൽ ഇച്ചിരിയും കൂടി അടിപൊളിയാ. ആണല്ലേ? എനിക്കത് കേട്ടാ മതി. അപ്പൊ എന്തായാലും കഷ്ടപ്പെട്ട് ഞാനിങ്ങനെ പോയി ചൂസ് ചെയ്യും. അപ്പം അതിനെനിക്ക് കോംപ്ലിമെന്റ്സ് ഇട്ടേ സന്തോഷം കേട്ടോ. അപ്പൊ സാരിയിൽ കണ്ടിട്ട് ഇതിനകത്ത് കാണുമ്പോ എന്തോ ഒരു പ്രത്യേകത, ഒരു മാറ്റം നല്ലതല്ലേ? അപ്പൊ എന്തായാലും ചേച്ചി, ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിട്ടാണ്? മോൾക്ക് വേണ്ടിട്ടങ്ങ് വെക്കട്ടെ. 10-ാം ക്ലാസ് റിസൾട്ട് ഒക്കെ വരെയല്ലേ? എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ആണല്ലേ? അപ്പൊ എന്തായാലും ചേച്ചിയുടെ അമ്മയ്ക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആ ആന്റിക്ക് വേണ്ടിട്ട് നമ്മുടെ മോൾക്ക് വേണ്ടിട്ട് അടിപൊളിയായിട്ടുള്ള പാട്ട് വരുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു നമസ്തേ കേരള വിത്ത് മീ ശ്രീയ സുരേന്ദ്രൻ. സോ നമുക്ക് ഇനി ബാക്കി എന്തൊക്കെയാണ് അടുത്ത സെറ്റ് ഓഫ് വിഷസ് ആണ്. അപ്പൊ ആ വിഷസിലേക്ക് പോയിട്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് ആ കോളർ നോക്കാം. ഹലോ. ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്? എന്തോ? അജ്മൽ. ഓക്കെ, അജ്മൽ എവിടെന്നാ വിളിക്കുന്നത്? കൊല്ലം. ഇന്ന് കുറെ കൊല്ലംകാരുണ്ടല്ലോ, അടിപൊളി. അപ്പൊ എന്താണ് കൊല്ലത്തെ വിശേഷങ്ങൾ? പറയൂ, അജ്മൽ പറയൂ. രാവിലെ മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ശുഭമാരംഭമാണോ? മഴയൊക്കെ കൊണ്ട് എന്താ പറയാ, മഴ കാരണം ഭയങ്കര ശാന്തവും സുന്ദരമായിട്ടുള്ള മോർണിംഗ്സ് ആയിരുന്നു ഇന്ന്. എന്റെ ദൈവമേ, 10-ാം ക്ലാസ്സിലെ പിള്ളേരാണോ മൊത്തം വിളി? അപ്പൊ അജ്മലിനൊന്ന് 10-ാം ക്ലാസ് റിസൾട്ട് ആണോ? എന്നിട്ട് പ്രതീക്ഷയിലേക്ക് ഇരിക്കുകയാണോ അജ്മൽ? എന്താണ് അവസ്ഥ? ചെറിയ പേടിയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? എഴുതി പടിപൊളിയായിരുന്നോ? പക്ഷെ പേടിയുണ്ട് റിസൾട്ട് വരുമ്പോ. എന്തിനാ? ഒരു പേടിയും വേണ്ട. ഞാൻ സത്യം പറയാം, എഴുതിയ അനുഭവം വെച്ച് പറയാണ്. നമ്മളെ പേടിപ്പിക്കാൻ സമൂഹത്തിൽ ചുറ്റുള്ള എല്ലാവരും ഉണ്ടാവും. പക്ഷെ റിസൾട്ട് വരുമ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ വിചാരിച്ച കാലൊക്കെ ചിലപ്പം
നന്നായിട്ടായിരിക്കും നമുക്ക് മാർക്ക് വരുന്നത്. നമ്മൾ ടഫാണെന്ന് വിചാരിച്ച സബ്ജക്റ്റിനൊക്കെ ഭയങ്കര മാർക്കും വരും. അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ, ചില്ലായിട്ടിരുന്നോളൂ. വേണമെങ്കിൽ 3 മണിയൊക്കെ ആകുമ്പോ ചെറുതായിട്ട് പേടിച്ചോളൂ. ആ സമയത്ത് പേടിച്ചാൽ മതി, കാരണം എന്തായാലും ഇപ്പൊ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ, അപ്പോഴേ റിസൾട്ട് ഉള്ളൂ. അപ്പൊ അജ്മലേ വിഷസ് ആർക്ക് വേണ്ടിയിട്ടാണ് പറയൂ? ഫാമിലിക്ക് വേണ്ടിയാണല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഓ തീർച്ചയായിട്ടും അജ്മലിന് വേണ്ടി ഞങ്ങൾ അങ്ങ് വിഷസ് അറിയിക്കാം. സ്ട്രെസ് ഒന്നും ആവണ്ട. എന്തോ നല്ലൊരു പാട്ട് തന്നെ വെച്ച് തരാം. അതായത് സ്ട്രെസ് ഒക്കെ ഒന്ന് റിലീഫ് ആവണ പോലെ ഒരു പാട്ട് അങ്ങ് വെച്ച് തരാം. കൂളായിട്ടൊക്കെ ഇരുന്നോളൂ. ഞാൻ പറയുന്നു അടിപൊളി മാർക്കായിരിക്കും കേട്ടോ. വെരി ബെസ്റ്റ് ചെയ്യൂ. ഓക്കെ അജ്മൽ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ അജ്മലിന്റെ ഫാമിലിക്കും നമ്മുടെ പാവം അജ്മലിന് വേണ്ടി സൂപ്പർ ആയിട്ടുള്ള ഒരു പാട്ട്. വെൽക്കം ബാക്ക്. സോ യെസ്, വെൽക്കം ബാക്ക് ടു നമസ്തേ കേരളം വിത്ത് മീ ശ്രിയ സുരേന്ദ്രൻ. അപ്പൊ എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ മോർണിംഗ്സിൽ ചൂട് ചായ ഒക്കെ കുടിച്ച്, ചില കുളിയും കഴിഞ്ഞ്, ചില രാവിലത്തെ വിളക്കൊക്കെ വെച്ച്, ചില രാവിലത്തെ പ്രയാസമൊക്കെ കഴിച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ പുറത്തെ മഴയും വെയിലൊക്കെ ആസ്വദിച്ചിരിക്കാൻ നമ്മുടെ പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ, നമ്മുടെ ഷോട്ട് കണ്ടിരിക്കുകയാണെങ്കിൽ ഇന്നോളും ഒരു ഹാപ്പിയസ്റ്റ് മോർണിംഗ് ആവട്ടെ എന്ന് വെച്ചിട്ട് കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത സെറ്റ് ഓഫ് വിഷയത്തിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഏതാ നോക്കാം, അടിപൊളി ബർത്ത്ഡേ ആവട്ടെ മോനെ. ഇപ്പൊ നമുക്ക് നല്ല ഈ സെറ്റ് ഓഫ് വിഷയത്ത് കഴിഞ്ഞെങ്കിലും ഇപ്പൊ ഒരു പാട്ട് കേൾക്കേണ്ട സമയമായിരിക്കാം അല്ലേ? നല്ലൊരു സൂപ്പർ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ുള്ള വാർത്തകൾ നൽകാൻ 9249098478 നമ്പറിൽ വിളിക്കൂ, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യൂ. The digital expert. Intelligent ആയ മൂവാറ്റുപുഴയിൽ നിർമ്മല സദൻ റോഡിൽ പാർക്ക് ചെയ്ത് ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. മറ്റേ ബാക്ക് ടു സ്റ്റഡി ഇപ്പോഴില്ല. സമീപകാലത്തെ സർക്കാരുകൾ എത്രയെത്ര വീഴ്ചകൾ സംഭവിച്ചാലും അത് ഇനി ഞങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്തും എന്നൊരു പറച്ച് നടത്തിയാൽ, അല്ലെങ്കിൽ വിടാതെ ഇരുന്നാലും മതി. സംവിധാനങ്ങളും മന്ത്രിമാരും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഈ മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള. KSUവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ അധികം മൂവീസിൽ ആദ്യമായി യെസ്, വെൽക്കം ബാക്ക്. സോ നമ്മുടെ നെക്സ്റ്റ് ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ആരാണ് ആ കോളെ നോക്കാം. ഹലോ ഹലോ, യെസ്, ആരാണ് സംസാരിക്കുന്നത്? കണ്ണൂരിന്ന് ഷീജ. ചേച്ചി, ആ അയ്യോ എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് വോയിസ് കേട്ടപ്പോ. എവിടെയാണ്? കുറെ നാളായല്ലോ എന്നോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞിട്ട്. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം?
വിശേഷം സുഖമായിട്ട് പോകുന്നു, നല്ല വിശേഷം. ആഹാ, അതൊരു സാധാരണ ആ ഒരു എനർജി ഇല്ലല്ലോ, എന്ത് പറ്റി? ഇപ്പൊ തിരിച്ചു വന്ന്. എന്നിട്ട് എന്താണ് അവിടെ കണ്ണൂരിലെ പ്രോഗ്രാമിലേക്ക് വിളിക്കില്ലാലും പ്രോഗ്രാം എല്ലാം കാണലുണ്ട്. ആഹാ, അതിന് പിന്നെ അവിടെ എങ്ങനെയാണ് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ? കണ്ണൂരിന്റെ അവസ്ഥ എന്താണ്, പറയൂ. മഴയുണ്ട്, കൊറേ ദിവസം മഴ കിട്ടി. ദിവസം മഴ, എല്ലാ ദിവസവും മഴയുണ്ട്. ആഹാ, എല്ലാ ദിവസം മഴയുണ്ടോ കണ്ണൂരില്? എല്ലാ ദിവസം മഴയുണ്ട്. കൊള്ളാലോ, ഇതിന്റെ ചൂടുകാലം തന്നെയാണോ ഇത് അവിടെ? അപ്പൊ എന്തായാലും അതുകൊണ്ട് കണ്ണൂരുകാർക്ക് സമാധാനിക്കാനുള്ള കുറച്ച് കാര്യങ്ങളായില്ലേ, മഴയൊക്കെ പെയ്തിട്ട് വെയിലിനൊരു ശമനം. അപ്പൊ എന്തായാലും എന്നിട്ട് പിന്നെ എന്താണ് അവിടെ ഇന്ന് രാവിലെ സ്പെഷ്യല്? എല്ലാരും എവിടെയാ പോയേ? എല്ലാരും എവിടെ പോയെന്ന് എന്നോട് പോലും പറയാതെ പോയിരിക്കുകയാണെന്ന് ചേച്ചി. ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോഴൊക്കെ കാര്യമില്ല. അപ്പൊ ഞാനൊരു ആരെങ്കിലും ഒക്കെ എന്റെ ഒപ്പം ഉണ്ടാവും പറഞ്ഞ് വലിയ പ്രതീക്ഷയിൽ വന്ന, പക്ഷെ എന്താണെന്ന് അറിയില്ല. കുഴപ്പമില്ല, നമ്മള് മൺഡേ നമുക്ക് ചോദിക്കാം എവിടെയാണ് എല്ലാരും പോകുന്നത്, ഒറ്റയ്ക്ക് ആക്കിട്ട് എവിടെയാ പോണെന്ന് ചോദിക്കാം നമുക്ക്. പിന്നല്ല, ഫ്രൈഡേ ആയപ്പോ എല്ലാരും ഇവിടെ പോയിരിക്കുകയാണ് ബാഗ് നോക്കിയിട്ട് കറങ്ങാൻ. തീർച്ചയായിട്ടും ചേച്ചി. അപ്പൊ വിഷസ് ആർക്ക് വേണ്ടിട്ടാണ്? വിഷസ് പിന്നെ എന്റെ 33ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഞായറാഴ്ച. അടിപൊളി. അപ്പൊ ഹാപ്പിയസ്റ്റ് ആനിവേഴ്സറി. 33 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ. ഇങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം കൊണ്ടുപോകുക എന്ന് പറയുന്നത്. അപ്പം അമേസിംഗ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അതിന് അപ്സ് ആൻഡ് ഡൗൺസും സന്തോഷ സമാധാനവും സ്നേഹവും എല്ലാം ഉണ്ടായിരിക്കും. അതിലേക്ക് സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് ഒരുമിച്ച് നിന്നില്ലേ, വലിയ കാര്യം കേട്ടോ. അതെ, പിന്നില്ലേ ആട് 3 ഒരു പാട്ട് വെച്ചിരുന്നു, നല്ലൊരു പാട്ടില്ലേ ആട് 3 ഒരു പാട്ടല്ലേ? നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാട്ടോ. ആയിക്കോട്ടെ. പിന്നെ ഈ പാട്ട് ശ്രീയക്ക്, സുഹൃത്തിക്ക്, പൂജിതക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓ, സോ സ്വീറ്റ്. ഞങ്ങൾ അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആനിവേഴ്സറി അല്ലേ, അപ്പൊ പിന്നെ നമ്മളല്ല ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ. ശിവ ചേച്ചിക്ക് വേണ്ടി നമ്മളങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യണം നല്ലൊരു പാട്ട് കേട്ടോ. പാട്ട് തീരുമ്പോ പറയണേ. ഓ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എന്താ പറയാ, ആനിവേഴ്സറി വിഷസ് നേരുകയാണ് ചേച്ചി. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിക്കുക. ഇപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം. വെൽക്കം ബാക്ക്. സോ യെസ്, നമസ്തേ കേരളത്തിന്റെ ഫ്രൈഡേ എപ്പിസോഡിലെ ലാസ്റ്റ് വെൽക്കം ബാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ. അപ്പൊ ഇനി അടുത്ത ആഴ്ച വരുന്നത്, അതായത് 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത മൺഡേ പുതിയൊരാഴ്ചയിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. അപ്പൊ അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ടാവില്ലേ നമ്മളോടല്ലാതെ ഫാമിലിയോട്, അതിനുള്ള സമയമാണ്. പക്ഷെ അതിന് മുൻപ് ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ് പിക്ക് ഓഫ് ദ ഡേയിലേക്ക് പോകേണ്ട സമയമാണ്. പിക്ക് ഓഫ് ദ ഡേയിലേക്ക് പോകാം. പക്ഷെ നമുക്ക് ആകെ കുറച്ച് പിക്ചർ പിക്ക് ഓഫ് ദ ഡേക്ക് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നോട്ട് ലൈക്ക് യുവർ പിക്ചേഴ്സ് ആർ നോട്ട് ഇത് മാർക്കൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ ഒന്നുമില്ല. അപ്പൊ എനിവേസ് ഒരു ലക്കി ഡ്രോ കണക്കാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് പോകേണ്ട സമയമാണ്. പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, അല്ല നമ്മുടെ ഷോ കാണുന്ന പലവർക്കും അവരവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വിഷസ് അറിയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഫോർമാറ്റ് അങ്ങ് പറയാം. അതായത് നമുക്ക് 2 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഒന്ന് നമ്മുടെ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാലോ, വാട്സപ്പ്. ആ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് DM ചെയ്യാം. അതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആർക്കാണോ വിഷസ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ നല്ല ക്ലാരിറ്റിയുള്ള പിക്ചറും ഡീറ്റെയിൽസും ഒപ്പം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പം സെൻഡ് ചെയ്യുമ്പോൾ ഒരു 10 ദിവസം മുൻപായിട്ട് അയക്കുക. ആൻഡ് വാട്സ്ആപ്പ് നമ്പർ 6282017171 താഴെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ചോളൂ. ഇനിയിപ്പോൾ വാട്സപ്പ് അയക്കാൻ വയ്യ, പെട്ടെന്ന് കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. സൂര്യ മ്യൂസിക്കിന്റെ ബ്ലൂ ടിക്കുള്ള വെരിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. അവിടെ സെയിം ഫോർമാറ്റ് തന്നെയാണ്. പക്ഷെ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് ദിവസം മുൻപായിട്ട് അയക്കുകയാണ്. 1 വീക്ക് പ്രയറായിട്ട് അയക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡേറ്റ് ഓഫ് ഒക്കേഷൻ തന്നെ ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ് മാത്രമല്ല, കുട്ടി വീഡിയോ ബൈറ്റ്സ്, ക്ലാഷ് ഫോട്ടോസ്, വാട്ട് എവർ യു ഗൈസ് വോണ്ട് ടു add, you guys can send that to us. നമ്മൾ എന്തായാലും ഇവിടെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് പോകേണ്ട സമയമാണ്. ഞാൻ പറഞ്ഞ പോലെ വീക്കെൻഡ് ചുമ്മാ വീട്ടിലിരുന്ന സമയങ്ങളായിരുന്നു. എല്ലാവരും ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ചിലവർക്ക് മറ്റേ എന്താ പറയാ, ഗാർഡനിങ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഫുഡ് കഴിക്കാൻ പോകണമെന്നുണ്ടാവും, ബീച്ചിൽ പോകണം, പാർക്കിൽ പോകണം, തിയേറ്ററിൽ പോകണം, എവിടെയെങ്കിലും ഒക്കെ പോകണമെന്നുണ്ട്. എല്ലാം കൂടി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഇതിൽ ഒരു കാര്യമെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ആൾക്കാരുടെ പോയിട്ട് ചെയ്യുക. ഇനി ഒന്നുമല്ല, വീട്ടിലിരുന്ന് നല്ല കുശലവർത്താനൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതെങ്കിലും ചെയ്യുക. ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ദൈവവും യൂണിവേഴ്സും വേൾഡൊക്കെ തന്ന സമയമാണ് ഈ വീക്കെൻഡ്. അപ്പൊ അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മൾ പോവാണ്. ഇനി മൺഡേ കാണുന്നവരെ ഇറ്റ്സ് മീ ശ്രിയ സൈനിങ് ഓഫ് ഫ്രം നമസ്തേ കേരളം.